PSC സ്റ്റഡി ലാബിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇനി പറയുന്ന 5 ഇംഗ്ലീഷ് വാക്കുകളുടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായും അവസാനം വരെ കാണണം. 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങൾക്ക് അറിയുന്ന മറ്റ് PSCക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുകയും വേണം. ഇവയാണ് ആ പറഞ്ഞ 5 വാക്കുകൾ. ശ്രദ്ധിച്ച് നോക്കുക. ഓപ്പോസിറ്റ് ഓഫ് ദീസ് വേർഡ്സ്. ഒന്നാമത്തെ വേർഡ് എക്വിറ്റ് എന്നാണ്. രണ്ടാമത്തെ വേർഡ് ബാരൻ. മൂന്നാമത്തെ വേർഡ് ഗിൽറ്റി. നാലാമത്തെ വേർഡ് സാവേജ്. അഞ്ചാമത്തെ വേർഡ് ജെനുവിൻ. ശരിക്കും ഓരോ വാക്കുകളും ശരിക്ക് നോക്കുക. എക്വിറ്റ്, ബാരൻ, ഗിൽറ്റി, സാവേജ്, ജെനുവിൻ. ആർക്കെങ്കിലും 5ൻ്റെയും ഓപ്പോസിറ്റ് കിട്ടിയെങ്കിൽ വളരെ നന്നായി. വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായും അവസാനം വരെ കാണണം. 1 മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായും ഉറപ്പിക്കാം. ഉത്തരങ്ങളിതാ. എക്വിറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരാളെ ഒരു കുറ്റത്തിൽ നിന്നും വിമുക്തനാക്കുക, കുറ്റവിമുക്തനാക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് കൺവിക്റ്റ്, കുറ്റം ആരോപിക്കുക. കൺവിക്റ്റ് എന്നാണ് എക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ്. രണ്ടാമത്തെ വേർഡ് ബാരൻ. ബാരൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം തരിശായ എന്നാണ്. തരിശായ ഭൂമിക്ക് ബാരൻ ലാൻഡ് എന്ന് പറയലുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫെർട്ടൈൽ എന്നാണ്. ഫലഭൂരിഷ്ടമായ എന്നാണ് അർത്ഥം. അപ്പോൾ ബാരൻ ഓപ്പോസിറ്റ് ഫെർട്ടൈൽ. മൂന്നാമത്തെ വേർഡ് ഗിൽറ്റി എന്നാണ്. ഗിൽറ്റി അതായത് കുറ്റം ചെയ്ത ആളാണ് ഗിൽറ്റി എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്നസെൻ്റ്, നിഷ്കളങ്കമായ എന്നാണ് അർത്ഥം. അടുത്ത വേർഡ് സാവേജ് എന്നാണ്. സാവേജ് എന്നുള്ളതിൻ്റെ അർത്ഥം അൺകൾച്ചേർഡ് എന്നാണ്. അതായത് സംസ്കാരമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് സാവേജ് എന്ന് പറയും. സാവേജിൻ്റെ ഓപ്പോസിറ്റ് സിവിലൈസ്ഡ്. അടുത്ത വേർഡ് ജെനുവിൻ എന്നാണ്. ജെനുവിൻ എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഫേക്ക് എന്നാണ്. ജെനുവിൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ഫേക്ക്. ഇനി നമുക്ക് ഓരോ വാക്കുകളുടെ ഓപ്പോസിറ്റുകൾ നോക്കാം. അഡ്വേഴ്സിറ്റി എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രതികൂലാവസ്ഥക്കാണ് അഡ്വേഴ്സിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രോസ്പെരിറ്റി. അടുത്ത വേർഡ് ഹേസ്റ്റ്. ധൃതി കൂട്ടുന്നതിനാണ് ഹേസ്റ്റ് എന്ന് പറയുക. അപ്പോൾ വൈകിപ്പിക്കുക, അതാണ് ഡിലേ എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. അടുത്ത വേർഡ് ഫിറ്റ്, ഫിറ്റാകുക, അതായത് അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺഫിറ്റ്. അതുപോലെ തന്നെ ഫെയർ, അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺഫെയർ. അടുത്ത വേർഡാണ് ബ്രോഡ്. ബ്രോഡ് എന്നാൽ വിശാലമായ, അതിൻ്റെ ഓപ്പോസിറ്റാണ് നാരോ. നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത്. അടുത്ത വേർഡാണ് മാഡ്. മാഡ് എന്ന് വെച്ചാൽ ഭ്രാന്തുള്ള, അതിൻ്റെ ഓപ്പോസിറ്റാണ് സെയിൻ. സെയിൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള അവസ്ഥക്കാണ് സെയിൻ എന്ന് പറയാം. എക്സസ്. എക്സസ് എന്ന് വെച്ചാൽ അധികം എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അധികം, അതിനാണ് എക്സസ് എന്ന് പറയുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷോർട്ടേജ്. അടുത്ത വേർഡ് എക്കണോമിക്കൽ. അതായത് സമ്പത്തൊക്കെ പാകത്തിന് ചിലവഴിക്കുന്ന ആളാണ് എക്കണോമിക്കൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്ട്രാവാഗൻ്റ്. അതുപോലെ തന്നെ സുപ്പീരിയർ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഫീരിയർ. ലോയൽ. ലോയൽ എന്ന് വെച്ചാൽ വിശ്വസ്തൻ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്ലോയൽ. അടുത്ത വേർഡാണ് ബെനവലൻസ്. ബെനവലൻസ് എന്ന് വെച്ചാൽ ദയാലുവായ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് മെലവലൻറ്റ്. മെലവലൻസ് എന്നൊരു ദ്രോഹി. അതുപോലെ തന്നെ നെഗ്ലക്റ്റ്. നെഗ്ലക്റ്റ് എന്ന് വെച്ചാൽ അവഗണിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് കെയർ. അതുപോലെ തന്നെ റെസിസ്റ്റ് എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം ചെറുക്കുക എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് സബ്മിറ്റ്. സബ്മിറ്റ് എന്നാൽ നമ്മൾ കീഴടങ്ങുക എന്നുള്ള അർത്ഥം. വേഗ്. വേഗ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായ എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ക്ലിയർ. അതുപോലെ തന്നെ സ്ട്രേഞ്ച് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപരിചിതമായ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫെമിലിയർ. അതുപോലെ തന്നെ ഫ്രാങ്ക് എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് റിസർവ്ഡ്. ഫ്രാങ്ക് എന്ന് വെച്ചാൽ ഓപ്പണായിട്ട് എല്ലാം പറയുന്ന, അതിൻ്റെ ഓപ്പോസിറ്റാണ് റിസർവ്ഡ്. ഡിലിജൻറ്റ്. ഡിലിജൻറ്റ് എന്ന് വെച്ചാൽ ഉത്സാഹമുള്ള എന്നൊക്കെ അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഐഡിൽ. ഐഡിൽ എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായ എന്നാണ് അർത്ഥം.
അതുപോലെ തന്നെ ഹമ്പിൾ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം വിനീതൻ എന്നൊക്കെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രൗഡ് എന്നാണ്. പ്രൗഡ് എന്ന് വെച്ചാൽ അഹങ്കാരി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ പ്രൈസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലെയിം എന്നാണ്. പ്രൈസ് പറഞ്ഞാൽ ഒരാൾ പ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക. അതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരാളെ കുറ്റപ്പെടുത്തുക. അതിൻ്റെ ബോൾഡ് എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റാണ് ടിമിഡ്. അതുപോലെ തന്നെ എഗ്രീൻ്റെ ഓപ്പോസിറ്റാണ് ഡിസഗ്രി. അതുപോലെ തന്നെ ഫ്രഷ് എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റെയിൽ. ഫ്രഷ് പറഞ്ഞാൽ ഫ്രഷ് തന്നെ, സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ പഴകിയത്. വേറെ വേർഡാണ് കോഴ്സ്. കോഴ്സ് എന്ന് വെച്ചാൽ പരുക്കനായ എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് സോഫ്റ്റ്. ഓപ്റ്റിമിസ്റ്റ്. ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമുള്ള ആൾ എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പെസിമിസ്റ്റ്. എക്സ്പാൻഡ്. എക്സ്പാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് കോൺട്രാക്റ്റ്. അടുത്ത വേർഡാണ് റെലവൻറ്റ്. റെലവൻറ്റ് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ, പ്രസക്തിയുള്ള എന്നൊക്കെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇറലവൻറ്റ്. അടുത്ത വേർഡ് എനിമി. എനിമി നമുക്കറിയാം, ശത്രു. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രണ്ട്. ബ്രേവറി, ധൈര്യം, ധൈര്യശാലി. ബ്രേവറി, ധൈര്യമുള്ള. അതിൻ്റെ ഓപ്പോസിറ്റാണ് കവാഡിസ്, ഭീരുത്വം. അടുത്ത വേർഡ് ജനറസ്. ജനറസ് എന്ന് വെച്ചാൽ വളരെ എല്ലാവർക്കും ആവശ്യത്തിനൊക്കെ കൊടുക്കുന്ന നല്ല മനസ്സുള്ള ആൾ എന്നൊക്കെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് മൈസർലി. മൈസർലി പറഞ്ഞാൽ പിശുക്കനായ. അടുത്ത വേർഡാണ് ഫെയിം. ഫെയിം പറഞ്ഞാൽ കീർത്തി, പേര് കേട്ട എന്നൊക്കെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്ഗ്രേസ്. ഡിസ്ഗ്രേസ് പറഞ്ഞാൽ അപമാനം എന്നാണ് അർത്ഥം. വേറെ വേർഡാണ് ഹോപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേർഡാണ് പ്രതീക്ഷ. പക്ഷെ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡെസ്പെയർ. മറ്റൊരു വേർഡാണ് സ്ലേവറി. സ്ലേവറി എന്ന അടിമത്വം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രീഡം. അഡ്മിറ്റ്. അഡ്മിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡിനൈ. ബ്രൈറ്റ്, നല്ല പ്രകാശമുള്ള എന്നൊക്കെ ബ്രൈറ്റിൻ്റെ അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിമ്മ്. നോളജ്, വിവരം, വിജ്ഞാനം, വിവരമുള്ള. ഓപ്പോസിറ്റാണ് ഇഗ്നോറൻസ്, അജ്ഞത. അടുത്ത വേർഡാണ് സ്മൂത്ത്. സ്മൂത്ത്, വളരെ സ്മൂത്തായ. അതിൻ്റെ ഓപ്പോസിറ്റാണ് റഫ്. റഫ് എന്ന് വെച്ചാൽ പരുക്കനായ. അടുത്ത വേർഡാണ് ക്രൂവൽ. ക്രൂവൽ, ക്രൂരനായ. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് കൈൻഡ്, ദയുള്ള. അടുത്ത വേർഡാണ് പെർമനൻ്റ്. പെർമനൻ്റ് എന്ന സ്ഥിരമായ, ടെമ്പററി. ഓപ്പോസിറ്റ് താൽക്കാലികം. ഫോർച്യൂൺ. ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഭാഗ്യം. മിസ്ഫോർച്യൂണാണ് ഓപ്പോസിറ്റ്, നിർഭാഗ്യം. അതുപോലെ തന്നെ അസെൻഡ്. അസെൻഡ് എന്ന് വെച്ചാൽ, അസെൻഡ് എന്ന് പറഞ്ഞാൽ ആരോഹണം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസെൻഡ്. ഡിസെൻഡ് പറഞ്ഞാൽ അവരോഹണം. വൈസ്. വൈസിൻ്റെ ഓപ്പോസിറ്റാണ് ഫൂളിഷ്. അതുപോലെ തന്നെ വിസിബിൾ. വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻവിസിബിൾ. അടുത്ത വേർഡ് ഫൈനൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇനീഷ്യൽ. ഫൈനൽ, ഇനീഷ്യൽ. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻറ്റീരിയർ. അതുപോലെ തന്നെ പ്രോപ്പർ. പ്രോപ്പറിൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്രിഫിക്സ് കൂട്ടി ഇംപ്രോപ്പർ. അതുപോലെ തന്നെ സക്സസർ. സക്സസറിൻ്റെ ഓപ്പോസിറ്റാണ് പ്രെഡിസിസർ. സക്സസർ ഓപ്പോസിറ്റ് പ്രെഡിസിസർ. ആങ്സെസ്റ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസെൻഡൻറ്റ്. ആങ്സെസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് ഡിസെൻഡൻറ്റ്. വെർച്യൂ. വെർച്യൂവിൻ്റെ ഓപ്പോസിറ്റാണ് വൈസ്. വെർച്യൂ എന്ന് പറഞ്ഞാൽ നന്മ, വൈസ് എന്ന് പറഞ്ഞാൽ തിന്മ. കൺസ്ട്രക്റ്റ്, ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിമോളിഷ്. കൺസ്ട്രക്റ്റ് ഓപ്പോസിറ്റ് ഡിമോളിഷ്. അതുപോലെ തന്നെ അറൈവൽ. അറൈവലിൻ്റെ ഓപ്പോസിറ്റാണ് ഡിപ്പാർച്ചർ.
ആൻഷ്യൻ്റ്, ആൻഷ്യൻ്റിൻ്റെ ഓപ്പോസിറ്റാണ് മോഡേൺ. ഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അയവുള്ള എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് റിജിഡ്, കട്ടി കൂടിയ കടുത്ത എന്നാണ് അർത്ഥം. പിന്നെ ലീഗൽ, നിയമപരമായ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ലീഗൽ. അപ്പോൾ ഇതുവരെ നമ്മൾ ആകെ 60 പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുടെ ഓപ്പോസിറ്റുകൾ, വിപരീത പദങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇത് ഒന്നുകൂടിയും റിവൈസ് ചെയ്ത് നിങ്ങൾ കാണണം, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം.